ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CCB റാങ്കേഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പഠിച്ചു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വരാൻ നോക്കാം. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് കറൻറ്റ് ഇയറിൽ വരുന്ന ഒരു എക്സ്പെൻസ്, പക്ഷെ അത് പേ ചെയ്തിട്ടില്ല, അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് കൊടുക്കാനുള്ളതാണ്, പക്ഷേ കൊടുത്തിട്ടില്ല, അല്ലേ? അപ്പോൾ കറൻറ്റ് ഇയറിൽ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എക്സ്പെൻസ് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. അങ്ങനെ കാണിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കറൻറ്റ് ഇയറിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതായത് ഏത് എക്സ്പെൻസിനെ കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ സാലറിയാണ് പറയുന്നതെങ്കിൽ സാലറി കൊടുത്ത സാലറിയുടെ കൂടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കും. പിന്നെ എന്താണ് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, കറൻറ്റ് ഇയറിലെ എക്സ്പെൻസ് ആണ്, പക്ഷെ നമ്മളത് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ്? ലയബിലിറ്റിയാണ്, അല്ലേ? ലയബിലിറ്റി ആകുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഡെബിറ്റ് സൈഡിൽ ഏത് എക്സ്പെൻസിനെ കുറിച്ചാണോ പറയുന്നത് ആ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇനി ചിലപ്പോൾ ചോദ്യം വരാം, ട്രയൽ ബാലൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നാൽ എവിടെയാണ് കാണിക്കുക എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. ട്രയൽ ബാലൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രമേ കാണിക്കത്തുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൽ വരികയാണെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വരുന്നത് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ്. അതായത് ഒരു എക്സ്പെൻസ് സാധാരണ നമ്മൾ പേ ചെയ്യുമ്പോൾ എന്താണ് എൻട്രി ചെയ്യുന്നത്? ഇപ്പോൾ സാലറിയാണ് പേ ചെയ്യുന്നതെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണിക്കും, അല്ലേ? സാലറീനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷാണ് പുറത്തേക്ക് പോയത്, ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ ഇവിടുത്തെ കേസിൽ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എക്സ്പെൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ടിനെ ആയിരിക്കും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ കേസിൽ ഡെബിറ്റ് ചെയ്യുന്നത് എക്സ്പെൻസിനെയും ക്രെഡിറ്റ് ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെയാണെന്ന് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് കറൻറ്റ് ഇയറിൽ എക്സ്പെൻസ് പേ ചെയ്തു, പക്ഷേ അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് ഇയറിലായിരിക്കും. അതായത് മുൻകൂട്ടി പേ ചെയ്തു, അല്ലേ? പക്ഷേ അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് ഇയറിലായിരിക്കും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കതൊരു അസറ്റാണ്, അല്ലേ? അപ്പോൾ അസറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നേരെ പോയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ ഇത് കറൻറ്റ് ഇയറിലെ എക്സ്പെൻസ് അല്ല, അല്ലേ? അതിന് ബെനിഫിറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് ഇയറിലായതുകൊണ്ട് അത് നെക്സ്റ്റ് ഇയറിലെ എക്സ്പെൻസ് ആണ്. അപ്പോൾ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏത് എക്സ്പെൻസിനെ കുറിച്ചാണോ പറയുന്നത്, ഇപ്പോൾ ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസിൽ നിന്നും ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് തുക കുറച്ച് കാണിക്കണം. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? കറൻറ്റ് ഇയറിലെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ നമ്മൾ കൂട്ടി കാണിച്ചു. എന്നാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇയറിലെ എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് തന്നെ ആ കൺസേൺഡ് എക്സ്പെൻസിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. എന്നാൽ ഇത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് പറയുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ അതേ കേസ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിക്കുകയുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കത്തില്ല. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് എന്നാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും എക്സ്പെൻസ് ആ കൺസേൺഡ് എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം, അതായത് ഇൻകം ഏൺഡ് ഡ്യൂറിങ് ദ ഇയർ
but not received by the close of the year is called outstanding or accrued income. അതായത് കറൻറ്റ് ഇയറിലെ ഇൻകമാണ് പക്ഷേ കിട്ടിയിട്ടില്ല. കിട്ടാനുള്ള എമൗണ്ടാണ് പക്ഷെ കിട്ടിയിട്ടില്ല. കറൻറ്റ് ഇയറിലെ ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണല്ലോ ഇൻകം കാണിക്കുന്നത്, ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. മാത്രമല്ല കിട്ടാനുള്ളതാണ്, എന്തായാലും കിട്ടുമെന്ന് ഉറപ്പുണ്ട് അല്ലേ. അപ്പോൾ കിട്ടാനുള്ളതാണ് പക്ഷെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് അസറ്റാണ്, എന്തായാലും കിട്ടും. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ കറൻറ്റ് ഇയറിലെ ഇൻകം ആയതുകൊണ്ട് തന്നെ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. അസറ്റ് ആയതുകൊണ്ട് നമ്മളത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്തു. ഇനി ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊന്നും കാണിക്കേണ്ട, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിക്കണം. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ട്രയൽ ബാലൻസിൽ തന്നാൽ എവിടെയാണ് കാണിക്കേണ്ടതെന്ന്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം എന്നാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിനെ ഡെബിറ്റ് ചെയ്യുകയും ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്താൽ മാത്രമേ ഇൻകം കൂടത്തുള്ളൂ. അപ്പോൾ കറൻറ്റ് ഇയർ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഇൻകം കറക്റ്റായിട്ട് കാണിക്കണമെങ്കിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം നമ്മൾ കൂട്ടി കാണിക്കണം അല്ലേ. അപ്പോൾ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്താലേ ഇൻകം കൂടുള്ളൂ. അപ്പോൾ ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് വെച്ചാൽ കിട്ടാനുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. കറൻറ്റ് ഇയറിലെ ഇൻകം ആയതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ കാണിക്കുകയുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. പ്രീപെയ്ഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺ ഡ്യൂറിങ് ദ അക്കൗണ്ട് ഇയർ ഈസ് ടേംഡ് ആസ് പ്രീപെയ്ഡ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്തു, എമൗണ്ട് റിസീവ് ചെയ്തു, പക്ഷേ ഇൻകം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലെയാണ്. കറൻറ്റ് ഇയറിലെ ഇൻകം അല്ല, അടുത്ത ഇയറിലെ ഇൻകം ആണ്. പക്ഷേ കറൻറ്റ് ഇയറിൽ തന്നെ എമൗണ്ട് റിസീവ് ചെയ്തു. അതായത് നമ്മൾ ക്യാഷ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് നമ്മൾ മുൻകൂട്ടി വാങ്ങി. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറൻറ്റ് ഇയറിലെ ഇൻകവും കറൻറ്റ് ഇയറിലെ എക്സ്പെൻസുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് കറൻറ്റ് ഇയറിലെ ഇൻകം അല്ല, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ഏത് ഇൻകത്തിനെ കുറിച്ചാണോ പറയുന്നത്, ഇപ്പോൾ കമ്മീഷനെ കുറിച്ചാണോ പറയുന്നത്, ആ കമ്മീഷനിൽ നിന്നും കുറച്ച് കാണിക്കും അല്ലേ. അല്ലെങ്കിൽ ഈ പ്രീപെയ്ഡ് ഇൻകം മുൻകൂട്ടി തന്ന ഇൻകം കൂടി നമ്മൾ കാണിക്കുകയാണെങ്കിൽ കറൻറ്റ് ഇയറിലെ പ്രോഫിറ്റ് കൂടിപ്പോവും, കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രീപെയ്ഡ് ഇൻകം തന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ആ കൺസേൺഡ് ഇൻകത്തിൽ നിന്നും കുറച്ച് കാണിക്കും. പിന്നെ നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ചുകൊണ്ട് തന്നെ അത് നമുക്കൊരു ബാധ്യതയാണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ പോയി കാണിക്കും. മനസ്സിലായോ? അപ്പോൾ എമൗണ്ട് കിട്ടി, പക്ഷേ അത് കറൻറ്റ് ഇയറിലെ ഇൻകം അല്ല, നെക്സ്റ്റ് ഇയറിലെ ഇൻകം ആയിരുന്നു. അതാണ് പ്രീപെയ്ഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ നേരത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വരുന്നത് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ്. ഇൻകത്തിനെ, ആ കൺസേൺഡ് ഇൻകത്തിനെ ഡെബിറ്റ് ചെയ്യുകയും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ തേയ്മാനം മൂലമോ കാലപ്പഴക്കം മൂലമോ ഒക്കെ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ മൂല്യത്തിൽ കുറവ് സംഭവിച്ചാൽ അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. മാത്രമല്ല ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. ഏത് ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷനാണോ തന്നിരിക്കുന്നത്, ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ
അസറ്റ് സൈഡിൽ പോയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കും അല്ലേ. അസറ്റ് മേലുണ്ടാവുന്ന കുറവാണല്ലോ, അപ്പോൾ ആ കൺസേൺഡ് അസറ്റിൽ നിന്നും ഈ ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഡിപ്രീസിയേഷൻ തന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റ് ഏതാണോ അതിൽ നിന്ന് കുറച്ച് കാണിക്കുകയും ചെയ്യും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. ഓക്കെ. എന്നാൽ ട്രയൽ ബാലൻസിലാണ് ഡിപ്രീസിയേഷൻ തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. മറ്റുള്ള കേസുകളിൽ നമ്മൾ പറയുന്നു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ആ കേസുകളിലൊക്കെ ബാലൻസ് ഷീറ്റിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കേസിൽ ട്രയൽ ബാലൻസിലാണ് ഡിപ്രീസിയേഷൻ തന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അത് ഓർത്തിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്ങനെയായിരിക്കും പിന്നെ ട്രയൽ ബാലൻസിൽ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് കാണിക്കണമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് അസറ്റ്. അതായത് ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് വരും. അപ്പോൾ പ്ലാന്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുകയും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്ന് കുറച്ച് കാണിക്കുകയും ചെയ്യും.